ഹലോ ഗൈസ്, ആം സുദേവ് ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സൂപ്പർ ക്ലിപ്സ്. സോ ഗൈസ്, ലോകമെമ്പാടുമുള്ള കോമിക് ബുക്ക് ഫാൻസ് ഒരുപാട് കാലമായി കാത്തിരുന്ന ദ നെക്സ്റ്റ് മാർവൽ സംഭവം എന്നൊക്കെ വിശേഷണം കൊടുക്കാവുന്ന ഡെഡ്പൂൾ ആൻഡ് വോൾവറിൻ ഈ വരുന്ന 26-ാം തീയതി പുറത്തിറങ്ങാൻ പോവുകയാണ്. ഇപ്പോൾ ഇതിൻ്റെ ഫൈനൽ ട്രെയിലറും മാർവൽ പുറത്തുവിട്ടിരിക്കുകയാണ്. ഇതിനോടകം വന്ന പ്രൊമോഷണൽ മെറ്റീരിയൽസിലെല്ലാം തന്നെ മൂവിയുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങൾ, ക്യാരക്ടേഴ്സും പ്ലോട്ട് പോയിന്റ്സും ഉൾപ്പെടെ നമുക്ക് റിവീൽ ആയിട്ടുണ്ട്. എന്നിരുന്നാലും ഈ മൂവി കാണുന്നതിന് മുൻപ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട അല്ലെങ്കിൽ ഓർത്തിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്, പ്ലോട്ട് വൈസായും അല്ലാതെയും. സോ അതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. സോ അധികം വൈകിപ്പിക്കുന്നില്ല, നേരെ വീഡിയോയിലേക്ക് കിടക്കാം. സോ ഡെഡ്പൂൾ ആൻഡ് വോൾവറിൻ, ആ പേര് തന്നെയാണ് ഈ മൂവിയെ ഇത്രയധികം പ്രതീക്ഷയുള്ളതാക്കുന്നത്. ഡെഡ്പൂൾ 1, 2 എന്നീ മൂവികളിലൂടെ കോമഡിയുടെ, ആക്ഷൻ്റെ, കോമിക് ബുക്ക് മൂവീസിൻ്റെ, മാർവലിൻ്റെ മറ്റൊരു മുഖം നമുക്ക് കാണിച്ചു തന്ന തലൈവർ റയൻ റെയ്നോൾഡ്സിൻ്റെ ഡെഡ്പൂൾ അയാൾ മടങ്ങിവരവിനൊപ്പം 2000-ലെ എക്സ്മെനിൽ തുടങ്ങി നീണ്ട 18 വർഷം ജെയിംസ് ഹൗലറ്റ് അഥവാ ലോഗൻ അഥവാ വോൾവറിനായി ആരാധക മനസ്സുകളിൽ ആവേശം നിറച്ച ദ ഗ്രേറ്റ് ഹ്യൂ ജാക്മാൻ്റെ തിരിച്ചുവരവ് കൂടിയാണ് ഈ സിനിമ. ആൻഡ് ഫാൻസിൻ്റെ വളരെ കാലത്തെ പരാതികൾ കണക്കിലെടുത്ത് ആ ഒരു കോമിക് അക്യുറേറ്റ് ഗെറ്റപ്പിൽ നമ്മൾ വോൾവറിനെ കാണും എന്നതാണ് പടത്തിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. നൗ ഡെഡ്പൂളിനും വോൾവറിനുമൊപ്പം നമ്മൾ കണ്ടിട്ടുള്ള, ഇഷ്ടപ്പെട്ടു വന്നിട്ടുള്ള ഒരുപാട് ക്യാരക്ടേഴ്സും പിന്നെ കുറച്ച് പുതിയ ക്യാരക്ടേഴ്സും മൂവിയിൽ വരുന്നുണ്ട്. ഡെഡ്പൂൾ 1-ലും 2-ലും നമ്മൾ കണ്ടു ശീലിച്ച ക്യാരക്ടേഴ്സ് മാത്രമല്ല, ഫോക്സ് എക്സ്മെൻ ഫ്രാഞ്ചൈസിൽ വന്നിട്ടുള്ള പൈറോ, സേബർ ടൂത്ത്, ടോഡ് മുതലായ ഒട്ടേറെ മൈനർ ക്യാരക്ടേഴ്സും പിന്നെ ലാസ്റ്റ് ട്രെയിലറിൽ റിവീൽ ചെയ്തതുപോലെ ലോഗൻ സിനിമയിലൂടെ നമ്മുടെ ഫേവറേറ്റ് ആയ ഡാഫ്നി കീനിൻ്റെ ലോറ അഥവാ X-23 എന്ന ക്യാരക്ടറും ഡെഡ്പൂൾ ആൻഡ് വോൾവറിനിൽ വരുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ എക്സ്മെൻ ഫാൻസിൻ്റെ നൊസ്റ്റാൾജിയയെ നല്ലവണ്ണം യൂട്ടിലൈസ് ചെയ്യുന്ന ഒരു മൂവി കൂടെയാണിത്. പിന്നെ ന്യൂ ക്യാരക്ടേഴ്സിൻ്റെ കാര്യം പറയാനാണെങ്കിൽ മൾട്ടിവേഴ്സ് ഇൻവോൾവ് ആയ മൂവി ആയതുകൊണ്ട് ഒരു പറ്റം ഡെഡ്പൂൾ വേരിയൻസിനെ നമ്മൾ ഇതിൽ എന്തായാലും കാണും. ഡോഗ് പൂൾ, ലേഡി ഡെഡ്പൂൾ, കൗബോയ് ഡെഡ്പൂൾ, അങ്ങനെ പല വേർഷൻസിനെയും നമ്മൾ ഇതിനോടകം ട്രെയിലേഴ്സിലൂടെ കണ്ടു കഴിഞ്ഞു. ദെൻ മൂവിയിലെ വില്ലനായി എത്തുന്നത് എമ്മ കോറിൻ്റെ കാസാൻഡ്ര നോവ എന്ന ക്യാരക്ടറാണ്. കോമിക്സിൽ ചാൾസ് എക്സേവിയറിൻ്റെ ഒരു ഈവിൾ ട്വിന്നാണ് പുള്ളിക്കാരി. ടെലികൈനറ്റിക്, ടെലിപാത്തിക് പവേഴ്സ് ഒക്കെ ഉണ്ട്. ഈവൻ നമ്മുടെ ഡോക്ടർ സ്ട്രേഞ്ച് ഒക്കെ യൂസ് ചെയ്യുന്ന സ്ലിംഗ് റിംഗും പുള്ളിക്കാരി പടത്തിൽ യൂസ് ചെയ്യുന്നുണ്ട്. ദെൻ മറ്റൊരു പുതിയ ക്യാരക്ടർ മിസ്റ്റർ പാരഡോക്സ് എന്ന TVA ഏജന്റാണ്. ഇങ്ങേരാണ് വെയ്ഡിനെ അഥവാ ഡെഡ്പൂളിനെ സ്വന്തം യൂണിവേഴ്സിൽ നിന്ന് കൊണ്ടുവരുന്നതൊക്കെ. പിന്നെ ഇതൊക്കെ കൂടാണ്ട് പല ക്യാമിയോ അപ്പിയറൻസസും റെഫറൻസുകളും മൂവിയിൽ ഉണ്ടായിരിക്കും. അതിലേക്ക് ഞാനധികം കടക്കുന്നില്ല. നൗ പലർക്കും അറിയേണ്ട ഒരു കാര്യം, ഡെഡ്പൂൾ ആൻഡ് വോൾവറിൻ കാണുന്നതിന് മുന്നേ വേറെ എന്തൊക്കെ സിനിമകൾ കണ്ടിരിക്കണം എന്നുള്ളതാണ്. ഇത് ടെക്നിക്കലി ഡെഡ്പൂളിൻ്റെ 3ാമത്തെ സിനിമയാണ്. സോ ഡെഡ്പൂൾ 1 and 2 എന്തായാലും കണ്ടിരിക്കുക. പിന്നെ വോൾവറിൻ വരുന്നുണ്ട്. സോ ഫോക്സിൻ്റെ എക്സ്മെൻ സിനിമകൾ, അതിൽ തന്നെ 2000-ലെ എക്സ്മെൻ മുതൽ 2017-ലെ ലോഗൻ വരെയുള്ള സിനിമകൾ കണ്ടാൽ നല്ലത്. ഓഫ് കോഴ്സ് ഇതിനകത്തൊക്കെ കുറേ ടൈം ലൈൻ അതുപോലെ ക്യാരക്ടർ കൺഫ്യൂഷൻസ് മറ്റുമൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. ബട്ട് തൽക്കാലം അതിനെപ്പറ്റി ആലോചിച്ച് തല പുണ്ണാക്കണ്ട. പിന്നെ ഇതൊരു MCU മൂവി കൂടെയാണ്. ഇൻഫാക്ട് ഈ മൂവിയോടുകൂടെ ഫോക്സിൻ്റെ മ്യൂട്ടൻസിനെയും MCUവിനെയും ഒഫീഷ്യലി കണക്ട് ചെയ്യാൻ പോവുകയാണ്. ലോക്കി സീരീസിൽ നമ്മൾ കണ്ട ആ ഒരു ടൈം വാരിയൻസ് അതോറിറ്റി, വാരിയൻസ്, വോയിഡ്, അലായത്ത്, അങ്ങനെയുള്ള ഒരുപാട് സംഭവങ്ങൾ ഈ മൂവിയിൽ വരുന്നുണ്ട്. മാത്രമല്ല ഇതുവരെയുള്ള MCU മൂവീസിൻ്റെ ഒരുപാട് റെഫറൻസുകളും ഇതിൽ കാണും. സോ എല്ലാ MCU മൂവീസും സീരീസുകളും കണ്ടിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടെ നല്ലത്. ഒന്നാമതേ ഡെഡ്പൂൾ 1 and 2 കണ്ടവർക്കറിയാം, റെഫറൻസുകളുടെയും ഈസ്റ്റർ എഗ്സിൻ്റെയും അയ്യരുകളിയായിരിക്കും ഈ മൂവിയിൽ. പിന്നെ ഈ പടത്തിൽ മൾട്ടിവേഴ്സ് കൂടെ ഉള്ളതുകൊണ്ട് ഒന്നും നോക്കണ്ട, തലങ്ങും വിലങ്ങും മെൻഷൻസ് ഉണ്ടാവും. ചില സമയത്ത് ഡെഡ്പൂൾ പല കോമഡികളും അടിക്കും, ചില ഡയലോഗ്സ് കയറി വരും. നേരത്തെ പറഞ്ഞ പോലെ പല ക്യാമിയോസ്, ക്യാരക്ടേഴ്സ് ഒക്കെ വന്നു പോകും. സോ അതൊക്കെ മനസ്സിലാവണമെങ്കിൽ, ആ ഇമ്പാക്റ്റ് കിട്ടണമെങ്കിൽ ഈ പറഞ്ഞ മൂവീസൊക്കെ കണ്ടേ പറ്റൂ. അതും ഇപ്പോൾ ഒന്നും എല്ലാവർക്കും ക്യാച്ച് ചെയ്യാൻ പറ്റിക്കൊള്ളണമെന്നില്ല. സ്റ്റിൽ മാർവലിൻ്റെ എന്തൊക്കെ സംഭവങ്ങൾ മുൻപ് പുറത്തു വന്നിട്ടുണ്ട് എന്നതിനെപ്പറ്റി ഒരു ബേസിക് ഐഡിയ ഉണ്ടെങ്കിൽ നല്ലത്. ഇത് എക്സ്മെൻ മൂവീസിനും MCUവിനും മാത്രം ബാധകമല്ല, മറിച്ച് ഫാന്റാസ്റ്റിക് ഫോർ, ഹൾക്ക്, ഡെയർ ഡെവിൾ, ഇലക്ട്ര, എക്സ്മെൻ ആനിമേറ്റഡ് സീരീസ് എല്ലാം ഇതിൽ ഉൾപ്പെടും. ഓഫ് കോഴ്സ് ഇപ്പം ഇതൊക്കെ തേടിപ്പിടിച്ച് കാണുക എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടാവും. ഞാൻ തന്നെ എല്ലാം കുത്തിയിരുന്ന് കണ്ടിട്ടൊന്നുമില്ല. ബട്ട് ഇങ്ങനെയൊക്കെ ചില ഐറ്റംസ് ഉണ്ട്, ലൈവ് ആക്ഷനായും അല്ലാതെയും ഇന്ന സാധനങ്ങൾ വന്നിട്ടുണ്ട് എന്നൊന്ന് അറിഞ്ഞിരിക്കുന്നത് വളരെ നന്നായിരിക്കും. ആൻഡ് മൂവിക്കിടയിൽ ഇത്തരത്തിൽ ഡീറ്റെയിൽസ് വരുമ്പോൾ ക്യാച്ച് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ അത് വളരെ നല്ലൊരു കാര്യമാണ്. പിന്നെ സ്റ്റോറി ക്ലിയറായി മനസ്സിലാവാൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഡെഡ്പൂൾ മൂവീസ്, എക്സ്മെൻ മൂവീസ്, ലോക്കി ലൈവൻസ്, MCU മൾട്ടിവേഴ്സ് ഒക്കെ അറിഞ്ഞേ പറ്റൂ. അല്ലെങ്കിൽ ചുമ്മാ വെടിയും പുകയും അടിയും കുത്തും തെറിയും ഒക്കെ കണ്ടുകൊണ്ടിരിക്കാം. നൗ അതൊക്കെ മാറ്റി വെച്ച് കഴിഞ്ഞാൽ എന്താണ് ഈ സിനിമ? ഫസ്റ്റ് ഓഫ് ഓൾ ഇതൊരു ഡെഡ്പൂൾ മൂവിയാണ്.
പേരിൽ വോൾവറീൻ എന്നുള്ളത് കൊണ്ട് തന്നെ രണ്ടാൾക്കാർക്കും ഈക്വൽ ഇമ്പോർട്ടൻസ് ആവും. മാത്രമല്ല ഫാൻ സർവീസിന് അത്യാവശ്യം ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു സിനിമയാണ്. അതുകൊണ്ട് തന്നെ റീസെൻ്റ്ലി വന്ന പല MCU മൂവീസിൻ്റെയും ഒരു ശാപം ഇതിന് കിട്ടാൻ ചാൻസ് ഉണ്ട്, ഓവർ എക്സ്പെക്റ്റേഷൻസ്. അതായത് ഇവൻ വരും, മറ്റവൻ വരും, ഈ സ്റ്റോറി ആവും, അതാവും, ഇതാവും എന്നൊക്കെ നേരത്തെ മനസ്സിൽ വിചാരിച്ച് ഒടുക്കം പടം വേറെ ഏതോ ട്രാക്കായിരിക്കും. അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടി എന്തൊക്കെ എക്സ്പെക്റ്റേഷൻസ് ഉണ്ടോ അതൊക്കെ ഒന്ന് മാറ്റി വയ്ക്കുക. മറിച്ച് ഡെഡ്പൂൾ വോൾവറീൻ ഈ രണ്ട് പേരിൽ നിന്ന് എന്തൊക്കെ എക്സ്പെക്റ്റ് ചെയ്യാമോ അത് എക്സ്പെക്റ്റ് ചെയ്ത് പടം കാണാൻ പോവുക. ദാറ്റ് ഈസ് ഫെയർ. നൗ ഈ ഒരു മൂവിക്ക് ഒരു യൂഷ്വൽ കോമിക് ബുക്ക് മൂവി എന്നതിലുപരിയായി ഒരുപാട് പ്രത്യേകതകളുണ്ട്. ചിലതൊക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞു, വോൾവറീൻ്റെ തിരിച്ചുവരവൊക്കെ. പിന്നെയും ചിലതുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ, ഫോക്സിൻ്റെ എക്സ്മെൻ യൂണിവേഴ്സിൻ്റെ യഥാർത്ഥ കൾമിനേഷൻ അഥവാ അവസാനമാണ് ഈ സിനിമ. ഡാർക്ക് ഫിനിക്സ്, ന്യൂ മ്യൂട്ടൻസ് പോലത്തെ പടങ്ങളിൽ അവസാനിക്കേണ്ടതല്ല ആ ഫ്രാഞ്ചൈസ്. സോ അതിനുള്ള ഏറ്റവും നല്ല ഓപ്ഷൻ തന്നെയാണ് ഡെഡ്പൂൾ ആൻഡ് വോൾവറീൻ. അങ്ങനെ 24 വർഷത്തിന് ശേഷം ഈ ക്യാരക്ടേഴ്സിൻ്റെയൊക്കെ കഥ പൂർണ്ണമാവുകയാണ്. നൗ ഓഫ് കോഴ്സ് ഇത് കഴിഞ്ഞിട്ട് ഡെഡ്പൂളിൻ്റെയൊക്കെ കാര്യം എന്താവുമെന്ന് അറിയില്ല, അതെന്തോ ആയിക്കോട്ടെ. ബട്ട് ഫോക്സ് എക്സ്മെൻ യൂണിവേഴ്സ് അവസാനിക്കുകയാണ്, അതൊരു കാര്യം. 2, ഇത് MCUവിലെ ആദ്യത്തെ R-rated മൂവിയാണ്. അതുമാത്രമല്ല മ്യൂട്ടൻസിനെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കുന്ന ഫസ്റ്റ് MCU മൂവി കൂടെയാണ്. സോ MCU ചരിത്രത്തിൽ ഒരു പുതിയ അധ്യായം കുറിക്കാൻ പോകുന്ന പടമാണ് ഡെഡ്പൂൾ ആൻഡ് വോൾവറീൻ. ഫാൻസിൻ്റെ 10-14 കൊല്ലമായിട്ടുള്ള ആഗ്രഹമാണ് MCUവിൽ വോൾവറീനെയൊക്കെ കാണണം, ഇച്ചിരി വയലൻസ് കാണണമെന്നൊക്കെ. അത് ഈ മൂവിയിലൂടെ ആവണം. പിന്നെ പടത്തിൻ്റെ സ്റ്റോറി എങ്ങനെയാവും, ക്യാരക്ടേഴ്സ് മരിക്കുമോ ജീവിക്കുമോ, MCUവിൻ്റെ ഫ്യൂച്ചറിൽ ഡെഡ്പൂളിനും വോൾവറീനും ഒക്കെയുള്ള റോൾ എന്താണ്, ഇതിൽ ക്യാങ് വരുമോ എന്നൊന്നും പറയാൻ ഞാൻ ആളല്ല, അതൊക്കെ മൂവി കണ്ട് തന്നെ അറിയേണ്ടതാണ്. സോ എന്തൊക്കെയായാലും ഈ ക്യാരക്ടേഴ്സ് ആരാണ്, ഇവർക്ക് നമ്മുടെ ഇടയിലും സ്റ്റോറിയിലുമുള്ള സ്ഥാനം എന്താണ്, മൂവിയുടെ സെറ്റിംഗ് എന്താണ് എന്നൊക്കെ മനസ്സിലാക്കി സിനിമ കാണാൻ പോവുക. വേറെ ഒരു പടവും കാണാണ്ട് എൻഡ് ഗെയിം മാത്രം കണ്ട് പൊട്ടപ്പടം എന്ന് പറഞ്ഞവരെ എനിക്കറിയാം, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. സോ എസെൻഷ്യലി എക്സ്മെൻ MCU ഇത് രണ്ടിനെ പറ്റിയും ഒരു ബേസിക് ഐഡിയ ഉണ്ടാവണം. ഞാൻ പറഞ്ഞ പോലെ പടത്തിലെ എല്ലാ റെഫറൻസുകളും, ഈസ്റ്റർ എഗ്സും പ്ലോട്ട് പോയിന്റ്സും എല്ലാവർക്കും ക്യാച്ച് ചെയ്യാൻ പറ്റിക്കോളണമെന്നില്ല. ബട്ട് മൂവി എൻ്റർടൈനിങ് ആക്കാൻ ഈ ബേസിക് നോളജും പിന്നെ നമ്മുടെ അണ്ണന്മാരും തന്നെ ധാരാളം. അപ്പോൾ ഇതൊക്കെയാണ് ഡെഡ്പൂൾ ആൻഡ് വോൾവറീനെ കുറിച്ച് എനിക്ക് പറയാനുണ്ടായിരുന്ന കാര്യങ്ങൾ. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. സോ എല്ലാവരും പോയി പടം കാണുക, ഇതൊരു അടിപൊളി സിനിമയാകും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. സോ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം. അതുവരയ്ക്കും ദിസ് ഇസ് സുദേവ് കൃഷ്ണൻ സൈനിങ് ഔട്ട്.